ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ ബേസ് ചെയ്ത് കുറച്ച് തിയറി ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രണസ് സ്പീഡ്, അതായത് NS, and the actual speed of induction motor. Actual സ്പീഡിനെ നമ്മൾ n എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ സ്പീഡ് ഓഫ് ഇൻഡക്ഷൻ മോട്ടറും സിങ്ക്രണസ് സ്പീഡും തമ്മിലുള്ള ഡിഫറൻസിനെ എന്താണ് പറയാന്നാണ്. നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്? സ്ലിപ്പ് പഠിച്ചപ്പോഴേ നമ്മൾ പഠിച്ചു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രണസ് സ്പീഡ് ആൻഡ് സ്പീഡ് ഓഫ് റോട്ടർ, അല്ലെങ്കിൽ the actual speed of induction motor is known as slip speed. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി, സ്ലിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റോട്ടർ ഓഫ് എ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് ബൈ യൂസിങ്. എന്താണ് നമ്മൾ പഠിച്ചത്? എൻഡ് റിങ്സ്. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുമ്പോൾ സ്ക്വിറൽ കേജ് റോട്ടർ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിൽ നമ്മൾ പഠിച്ചപ്പോഴേ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. അതിന്റെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ റോട്ടർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത് എൻഡ് റിങ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി, എൻഡ് റിങ്സ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 3-ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ? സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സിങ്ക്രണസ് സ്പീഡിലായിരിക്കും. സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സിങ്ക്രണസ് സ്പീഡിന് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ തിയറി പഠിച്ചപ്പോൾ കൈയോടെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ എന്തൊരു? ഓപ്ഷൻ സി, സിങ്ക്രണസ് സ്പീഡ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഫ്ലക്സസ്. രണ്ടിന്റെ ഫ്ലക്സ് ആണ്. സ്റ്റേറ്റർ ഫ്ലക്സും റോട്ടർ ഫ്ലക്സും ആണ് കേട്ടോ പറയുന്നത്. 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഫ്ലക്സസ് തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റർ ആൻഡ് റോട്ടർ കണ്ടക്ടേഴ്സ് തമ്മിലുള്ളതാണെങ്കിൽ നമുക്കറിയാം സിങ്ക്രണസ് സ്പീഡിലാണ് സ്റ്റേറ്ററിന്റെ ഫ്ലക്സ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. n സ്പീഡിലാണ് മോട്ടർ അല്ലെങ്കിൽ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NS മൈനസ് n ചെയ്യുന്നതായിരിക്കും. NS മൈനസ് n സ്ലിപ്പ് സ്പീഡ് ചെയ്യുന്നതായിരിക്കും റോട്ടർ കണ്ടക്ടേഴ്സിന്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ റോട്ടർ ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റർ ഫ്ലക്സിന്റെ കേസിലും NS ആണ്. റോട്ടർ ഫ്ലക്സ് NS തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ NS മൈനസ് NS വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഫ്ലക്സസ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലക്സസ്, ഈ രണ്ട് ഫ്ലക്സുകൾ തമ്മിലുള്ളതാണ് ചോദിച്ചിട്ടുള്ള റിലേറ്റീവ് സ്പീഡ്. അതുകൊണ്ടാണ് 0 വന്നത്. റോട്ടർ തമ്മിലുള്ളതാണ്, റോട്ടറും സ്റ്റേറ്റർ ഫ്ലക്സും തമ്മിലുള്ളതാണ് ചോദിച്ചിരുന്നെങ്കിൽ NS മൈനസ് N വന്നിരുന്നത്, അല്ലെങ്കിൽ NS മൈനസ് NR. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് NR ആണ് റോട്ടർ സ്പീഡ്. അപ്പൊ NS മൈനസ് NR എന്ന് വന്നിരുന്നേ. പക്ഷെ ഇവിടത്തെ കേസിൽ സ്റ്റേറ്ററും റോട്ടറും ഫ്ലക്സസ് തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് ചോദിച്ചതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ത് വരും? രണ്ട് സിങ്ക്രണസ് സ്പീഡിലായതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് വിൽ ബി ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an induction motor with 6 poles rotating at a speed of 950 rpm using 50 head supply. പെർസെൻറ്റേജ് സ്ലിപ്പ് ഈസ്, പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാനുള്ള ഫോർമുല നമുക്ക് ആദ്യം എഴുതാം. പെർസെൻറ്റേജ് സ്ലിപ്പ് ഇസ് ഈക്വൽ ടു NS മൈനസ് N ഡിവൈഡഡ് ബൈ NS ഇൻറ്റു 100%. ഇതാണല്ലോ നമ്മുടെ പഠിച്ചിട്ടുള്ള സ്ലിപ്പിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ആരെ വേണം? NS, സിങ്ക്രണസ് സ്പീഡ് എന്താന്ന് വേണം, വിച്ച് ഈസ് ഈക്വൽ ടു 120 F ഡിവൈഡഡ് ബൈ P, വിച്ച് ഈസ് ഈക്വൽ ടു 120 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 6 വരും. 6 പോൾസ് ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 1000 വരും. 1000 RPM എന്ന് എഴുതാം നമുക്ക്, അല്ലെ? N ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് എടുത്ത് എഴുതാം. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതിനനുസരിച്ച് NS ഇസ് ഈക്വൽ ടു 1000 RPM ഗിവൺ N ഇസ് ഈക്വൽ ടു 950 RPM ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 മൈനസ് 950 divided by 1000
into 100%. 50/10 എന്നുള്ള വരും 5%. ഓപ്ഷൻ എ 5% ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് റോട്ടർ ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടോർ ഈസ്. ഇൻഡക്ഷൻ മോട്ടോറിന്റെ റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്വിയസ്ലി ലെസ് ദാൻ സിൻക്രണസ് സ്പീഡ് ആയിരിക്കും. ഈക്വൽ ടു സിൻക്രണസ് സ്പീഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? There will be no relative motion, no induced EMF, no torque. അത് നമ്മൾ ആ തിയറി പറഞ്ഞപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇൻഡക്ഷൻ മോട്ടോറിന്റെ റോട്ടർ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് സിൻക്രണസ് സ്പീഡിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി, ലെസ് ദാൻ സിൻക്രണസ് സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a three-phase 4-pole 400 volt 50 Hz induction motor runs at 1440 RPM എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസി ഓഫ് റോട്ടോർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസി ഓഫ് റോട്ടോറും ഫ്രീക്വൻസി ഓഫ് സപ്ലൈയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് FR divided by FS. FS is supply frequency and FR is frequency of rotor ആണ്. അപ്പൊ സ്ലിപ്പിന് നമുക്ക് FR divided by FS എന്നുള്ള ഫോമുല എഴുതാം. ഇവിടെ FRന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ FSന്റെ വാല്യൂ നമുക്കറിയാം 50 Hz ആണ്. എസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? ആദ്യം നമുക്ക് എസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ? എസ് എന്ന് പറയുന്നത് സ്ലിപ്പ് ഇസ് ഈക്വൽ ടു NS മൈനസ് N ഡിവൈഡഡ് ബൈ NS ഇൻറ്റു 100% ആണ്. NS എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കണം. NS ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ പോൾസിന്റെ നമ്പർ 4 ആണ് പറഞ്ഞിട്ടുള്ളത്, വിച്ച് മീൻസ് 1500 RPM ആണ് വരുന്നത്. 1500 RPM. അപ്പൊ എസിന്റെ ഇട്ട് കൊടുക്കുമ്പോൾ 1500 മൈനസ് ഇവിടുത്തെ റൺ ചെയ്യുന്ന സ്പീഡ് എന്താണ്? N തന്നിട്ടുണ്ട്. 1440 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 100% എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 0.04 എന്നാണ്. അപ്പൊ സ്ലിപ്പ് നമുക്ക് കിട്ടി. ഈ സ്ലിപ്പിന്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് FRന്റെ വാല്യൂ കിട്ടില്ലേ? ഇംപ്ലൈസ് FR ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു 0.04 2 Hz അല്ലേ? ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി 2 Hz. ക്ലിയർ അല്ലേ? അപ്പൊ സ്ലിപ്പിന്റെ കേസിൽ ഈ ഒരു റിലേഷൻ കൂടി ഓർത്ത് വെക്കുക. ഈ റിലേഷനും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻ കൂടി ഓർത്ത് വെക്കുക. സ്ലിപ്പിന്റെ സാധാരണ റിലേഷൻ ഇതും, അതുകൂടാതെ നമ്മൾ സ്ലിപ്പ് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ഓഫ് റോട്ടോറും ഫ്രീക്വൻസി ഓഫ് സപ്ലൈയും തമ്മിലുള്ള റിലേഷനും പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The rotor EMF frequency of a three-phase induction motor is found to be 2 Hz. Rotor frequency തന്നിട്ടുണ്ട് 2 Hz ആണ്. ഇൻപുട്ട് സപ്ലൈ ഫ്രീക്വൻസി ടു മോട്ടോർ എന്ന് പറയുന്നത് 50 Hz ആണ്. അതായത് FS is equal to 50 Hz ആണ്. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് സ്ലിപ്പ് ഓഫ് ദ മോട്ടോർ. പെർസെൻറ്റേജ് സ്ലിപ്പിന്റെ ഫോമുല ഇപ്പൊ തന്നെ നമ്മൾ ഫ്രീക്വൻസിയുടെ ടൈമിൽ പഠിച്ചുള്ളൂ. എന്താണ്? FR ഡിവൈഡഡ് ബൈ FS വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100% ഉണ്ടാവുക. രണ്ടു ഭാഗത്തും പെർസെൻറ്റേജ് സ്ലിപ്പാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. അപ്പൊ ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 4%. കറക്റ്റ് അല്ലേ? ഇപ്പൊ പെർസെൻറ്റേജ് സ്ലിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എന്താണ്? 4%. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പീഡ് കൺട്രോൾ ഓഫ് 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ആണ്. പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ്? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ആണ്. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ പഠിച്ചിരുന്ന ടൈമിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു. എക്സ്റ്റേണലി റെസിസ്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാർട്ടിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ പോസിബിൾ അല്ല എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ
സ്പീഡ് കൺട്രോൾ ഓഫ് 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പൊ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ പോസിബിൾ ആണോ? അല്ല. ഒന്നാമത്തെ എന്തായാലും ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ വരുന്ന രണ്ട് കൺട്രോളും V/F കൺട്രോളും പോൾ ചേഞ്ചിങ് മെത്തേഡും പോസിബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഓഫ് സ്ലിപ്പ് റിംഗ് ഇൻ ആൻ ഇൻഡക്ഷൻ മെഷീൻ? ഇൻഡക്ഷൻ മെഷീനിൽ സ്ലിപ്പ് റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ഫോസ്ഫർ ബ്രോൺസ് ആണ് കേട്ടോ. അത് പഠിച്ചു വെക്കുക. ഫോസ്ഫർ ബ്രോൺസ് ആണ് സ്ലിപ്പ് റിംഗ്സിന് വേണ്ടിയിട്ട്, ഇൻഡക്ഷൻ മെഷീനിലെ സ്ലിപ്പ് റിംഗ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോസ്ഫർ ബ്രോൺസ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്ലിപ്പ് റിംഗ് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഫോസ്ഫർ ബ്രോൺസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോ ഓപ്ഷൻ സി ഫോസ്ഫർ ബ്രോൺസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. A 500 HP 6-pole 3-phase 40 volt 50 Hz induction motor has a speed of 950 rpm. The full load slip and the number of cycles of rotor voltage makes per minute will be respectively. അപ്പൊ ആദ്യം നമുക്ക് സ്ലിപ്പ് കാണാം അല്ലെ. സ്ലിപ്പ് കാണാനായിട്ട് നമുക്ക് എന്താവശ്യം? സിൻക്രണസ് സ്പീഡ് ആവശ്യമുണ്ട്, വിച്ച് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല 120 F ഡിവൈഡഡ് ബൈ P. ഇവിടുത്തെ കേസിൽ 120 ഇൻറ്റു 50 ഹെഡ്സ് സപ്ലൈ ആന്ന് പറഞ്ഞിട്ട് 6 പോളാന്നും പറഞ്ഞിട്ടുണ്ട്. 1000 RPM ആണ് സിൻക്രണസ് സ്പീഡ്. പെർസെൻറ്റേജ് സ്ലിപ്പിന്റെ ഇക്വേഷൻ എന്താണ്? Percentage slip is equal to ns minus n divided by ns into 100%, which is equal to 1000 minus 950 rpm ലാണ് കറങ്ങുന്നത് പറഞ്ഞിട്ടുണ്ട്, divided by 1000 into 100, which means 5%. കറക്റ്റ് അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് സ്ലിപ്പ് 5% ആണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഓപ്ഷൻ എയും പോയി, ഓപ്ഷൻ ബിയും പോയി. ഓക്കെ, ഇനിയുള്ള രണ്ട് ഓപ്ഷനിൽ സെക്കൻഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് റോട്ടർ വോൾട്ടേജ് മേക്സ് പെർ മിനിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് സൈക്കിൾസ് കാണണമെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. അപ്പൊ റോട്ടർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, എസ് ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസി ആണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. എസ് എന്ന് പറയുന്നത് 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് മീൻസ് 5 divided by 100 into frequency of supply voltage എന്ന് പറയുന്നത് 50 ആണ്. 50-ലാവുമ്പോൾ 2.5 വരും അല്ലേ. 2.5 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി വരുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് കാണണമെങ്കിൽ, അല്ലെങ്കിൽ റോട്ടോർ സൈക്കിൾസ് പെർ മിനിറ്റ്, റോട്ടോർ സൈക്കിൾസ് പെർ മിനിറ്റ് കാണണമെങ്കിൽ ഈ 2.5നെ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 150. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി 5% ആൻഡ് 150. ഓക്കെ, next question. It is observed that the frequency of stator and rotor currents of a 3-phase 4-pole induction motor are 50 Hz and 2 Hz respectively. Frequency of stator എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സപ്ലൈ തന്നെയാണ്, അത് 50 Hz ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് റോട്ടർ നമുക്ക് തന്നിട്ടുണ്ട് 2 Hz ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ സ്ലിപ്പ്. സ്ലിപ്പ് എന്താണെന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ലിപ്പ് എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ആർ ഡിവൈഡഡ് ബൈ എഫ് എസ്, which is equal to 2 divided by 50. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 0.04. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി 0.04. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 3-phase 50 Hz induction motor has a full load speed of 1440 rpm. If the machine is running at this condition, what will be the rotor slip and rotor frequency? ഇത് രണ്ടുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്ലിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം NS കണ്ടുപിടിക്കണം എന്നറിയാം, സിൻക്രണസ് സ്പീഡ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് 120 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ എത്ര പോളാണ്? 4 പോൾ, 1500 വരും. 1500 rpm. അതിൽ നിന്ന് പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1500 മൈനസ് 1440 ഡിവൈഡഡ് ബൈ 1500 into 100%.
which is equal to 60 divided by 1500 into 100 വരും. 100ന്റെ പോയി 15 into 4 4% എന്നാണ് വരിക അല്ലേ? അപ്പോൾ ഇവിടെ 4% വരുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി 4%. 2 ഹെഡ്സ് റോട്ടർ ഫ്രീക്വൻസി നമുക്ക് 2 ഹെഡ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? റോട്ടർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് എസ്. എസ് എന്താണ്? 0.04 ഡെസിമലിലുള്ള വാല്യൂ ആണ് കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇൻറ്റു 50 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഹെഡ്സ്. അപ്പം ആൻസർ കറക്റ്റ് അല്ലേ? 4% and rotor frequency is 2 hertz. Option B. Next question. Skewing of squirrel cage rotor bars does not eliminate. Eliminate ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. മാഗ്നറ്റിക് ഹമ്മിങ് റെഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ നമുക്കറിയാം മാഗ്നറ്റിക് ലോക്കിംഗ് കുറയ്ക്കും. മാഗ്നറ്റിക് ലോക്കിങ്ങിനെ പറയുന്നതാണ് കോഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യും. കോഗിങ് എലിമിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ക്രോളിംഗ് എലിമിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ സ്പേസ് ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സ്ക്യൂവിങ് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ സ്പേസ് ഹാർമോണിക്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഹാസ് എക്സൈറ്റേഷൻ കറണ്ട് ഹൈയും and low full load power factor compared to squirrel cage induction motor. Squirrel cage induction motor ne vechi nokkumbol slip ring induction motor ne high excitation current um low power factor aanu. appo ividuthe option endu varum? Option B high low. Okay. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിനേക്കാളും എക്സൈറ്റേഷൻ കറണ്ട് കൂടുതലാവാൻ കാരണം എന്താണ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക എന്നുള്ളത് സ്ലിപ്പ് റിംഗിന്റെ കേസിൽ പോസിബിൾ ആണ്. സ്ക്വിറൽ ഗേജിന്റെ കേസിൽ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ എക്സൈറ്റേഷൻ കറണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഈ ഹൈ മാഗ്നറ്റൈസിങ് കറണ്ട് കാരണം അതിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ബി ഹൈ ലോ. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി പോർഷന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കേരള PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ റിമൈനിങ് പോർഷൻ ഓഫ് 3 phase ഇൻഡക്ഷൻ മോട്ടോർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.